ചേട്ടാ, പിണറായി വിജയൻ്റെ വിശ്വസ്തൻ ആയിട്ടുള്ള MR അജിത് കുമാറിന് പണ്ട് പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വിജിലൻസ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു, ക്ലീൻ ചീറ്റ്. ഇത്രയും നല്ല മനുഷ്യൻ വേറെ ഇല്ല, ഇയാൾക്ക് അനധികൃത സ്വത്ത് സമ്പാദനം ഒന്നും ഉണ്ടായിട്ടില്ല, ഇദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പക്ഷെ അതെല്ലാം ഇപ്പോൾ വലിച്ചു കീറപ്പെട്ടു. ചേട്ടൻ ആ വാർത്ത കണ്ടോ? വലിയൊരു അടിയായി പോയില്ലേ അത്? തീർച്ചയായിട്ടും. അതായത് ഒരു പോലീസ് ഓഫീസർക്ക്, സംസ്ഥാന ഭരണത്തിന് കീഴിൽ ആഭ്യന്തര വകുപ്പിലെ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്രയും വഴിവിട്ട രീതിയിൽ ഒരു ഭരണ സംവിധാനം അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കെ കരുണാകരൻ പോലും അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന എത്രയോ പോലീസ് ഓഫീസർമാരുണ്ട്. ജയറാം പടിക്കൽ എന്ന് പറയുന്നൊരു പോലീസ് ഓഫീസറുണ്ട്, മധുസൂദൻ എന്ന പോലീസ് ഓഫീസറുണ്ട്, പിന്നെ വേറെ ഉണ്ടെങ്കിൽ പുലികേശി നാരായണൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറുണ്ട്. ഇങ്ങനെ നിരവധി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ പറയാനുണ്ടെങ്കിലും അങ്ങനെയൊക്കെ അവരെ രക്ഷിക്കാൻ പിണറായി വിജയൻ അജിത് കുമാറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ പോലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ശ്രമിക്കാൻ പോയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്, വിജിലൻസിന് പഴി കേൾക്കേണ്ടി വരുന്നൊരു സന്ദർഭത്തിലേക്കാണ് അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർക്ക്, ADGP അജിത് കുമാർ, ഇപ്പോൾ അദ്ദേഹം DAG പോസ്റ്റിലാണെന്ന് അല്ല, അദ്ദേഹം ഇപ്പം എക്സൈസിലെ കമ്മീഷണറേറ്റിൽ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്, എക്സൈസിലേക്കല്ല അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഒരു ഉയർന്ന പോലീസ് ഓഫീസർക്ക്, അദ്ദേഹം ഇനി ഏത് സ്ഥാനം അലങ്കരിച്ചാലും ഒരു ഉയർന്ന പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഇനി സർവീസിൽ അദ്ദേഹത്തിന് 3 വർഷം എങ്ങാണ്ട് ഇനി ബാക്കിയുണ്ട്. അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് വല്ലാത്ത അതിശയമാണ് തോന്നുന്നത്. അതായത് തിരുവനന്തപുരത്തുകാരായ ആർക്കും അറിയാം ഇദ്ദേഹം സ്ഥലം വാങ്ങിയിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് സ്വർണത്തിന് വില ഉള്ളതുപോലെ തന്നെ വിലയുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. അതായത് PV അൻവർ പറഞ്ഞത് സത്യമാണ്. 70 ലക്ഷം രൂപ സെന്റിന് വില വരുന്ന സ്ഥലമാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഈ 70 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം ആണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ എങ്ങനെ 70 ലക്ഷത്തിന് സെന്റിന് വില വരുന്ന സ്ഥലം എങ്ങനെ അദ്ദേഹം വാങ്ങി? വെറും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനവും, ഈ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് വായ്പ എടുത്തും അല്ലാതെയും ഒക്കെയാണ് വീട് വയ്ക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് എവിടെ ഈ സ്വത്ത് സമ്പാദനം ഉണ്ടായി എന്നുള്ളത് വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ഒരു നാഗരാജാണ് ഈ കേസ് സമർപ്പിച്ചത്. അപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അളിയനാണ് ഈ സ്ഥലം വാങ്ങിയത്, അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്നൊക്കെയുള്ള വ്യാജ രേഖകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വിജിലൻസ് എന്ന് പറയുമ്പോൾ ഈ കള്ളനെ താക്കോലേൽപ്പിച്ചു എന്ന് പറയുന്ന പോലെയാണ് സംഗതി പോയിരിക്കുന്നത്. കാര്യം വിജിലൻസ് അന്ന് ഇദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു വിജിലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെയും ഈ വിജിലൻസ് ഈ നോക്കുന്ന അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ മേൽ ഓഫീസറായിട്ട് നിൽക്കുന്ന ഒരാളെ എങ്ങനെ അവർക്ക് കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കാൻ പറ്റും? അത് പറ്റില്ല, അതിന് ചില പരിമിതികളുണ്ട്. അങ്ങനെയാണ് ഈ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നത്. വിജിലൻസ് ഈ അന്വേഷണം നടത്തിയിട്ട് ഇതിപ്പോൾ വിജിലൻസ് കോടതിയിലേക്കാണ് കൈമാറിയിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് മാറിയിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നത് കവടിയാർ പ്രോപ്പർട്ടി. ഈ കവടിയാർ ഇത്രയും വിലയുള്ള ഈ പ്രോപ്പർട്ടി, കവടിയാർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നഗര ഹൃദയമാണ്, രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയാണ് കവടിയാർ. ഈ കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇങ്ങനെ അനധികൃതമായി ഇദ്ദേഹം സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള PV അൻവറാണ്. ഇപ്പോഴും ആ ഒരു വീഡിയോ നമുക്ക് കാണാം. അതെ, അദ്ദേഹമാണ് ഈ വിജിലൻസ് കോടതിയിൽ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ അനധികൃതമായിട്ടുള്ള കോടികളുടെ സൗദമാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂസഫ് അലിക്ക് ഉണ്ടെന്നല്ലേ ഇവിടെ പറഞ്ഞത്. അതെ, അപ്പോൾ ഇത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് എങ്ങനെ ഇത്രയും അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം വെള്ള പൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പോയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് കൂടെ അതിൽ കൈകടത്തൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പേപ്പറൊക്കെ ചെല്ലുമ്പോൾ വിജിലൻസ് കോടതിയിൽ ഈ പേപ്പർ എത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്ലീൻ ചീറ്റ് പേപ്പർ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിജിലൻസ് അന്വേഷണം പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടെ ഇതിൻ്റെ മേൽ നോട്ടം വരും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം P ശശി തന്നെ നേരിട്ട് ഇടപെട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് PV അൻവർ ഈ കേസ് വിളിച്ച് പറഞ്ഞത്. PV അൻവർ ഇത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്. പിന്നീട് വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35 ലക്ഷം രൂപ, അതായത് കവടിയാർ തന്നെ അദ്ദേഹം 33 ലക്ഷം വിലയുള്ള ഒരു സ്വത്ത്, ഒരു ഫ്ലാറ്റ് അദ്ദേഹം വാങ്ങി. എന്നിട്ട് വിത്തിൻ ഡേയ്സ്, ഒരു 2-3 ദിവസത്തിനകം 33 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിയ ഫ്ലാറ്റ് 65 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം മറിച്ചു വിറ്റു. ഇതും പറയുന്ന പോലെ അതിലും ഒരു അന്യായം നടന്നിട്ടില്ല
എന്ന് പറയാനുള്ള ഒരു രീതിയിലേക്കാണ്. കാര്യം ഇവർക്ക് ഒരു ഉളുപ്പും ഇല്ലാതെയാണ് ഈ റിപ്പോർട്ട് പോയത്. നമ്മളിതിന് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, എക്സൈസിലേക്ക് മാറ്റിയിട്ടുണ്ട് അതെ MR അജിത് കുമാറിനെ, റവാഡയെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. അതെ, നമ്മൾ ഇതിലൊരു രാഷ്ട്രീയം പണ്ട് ചേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇതിലൊരു നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ടെന്ന്. ഇപ്പം ഈ ഒരു അന്വേഷണവും ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ തൽക്കാലത്തേക്ക് MR അജിത് കുമാറിനെ സൈഡാക്കിയോന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ഇങ്ങനെ കോടതി തള്ളി എന്ന് ഉള്ളപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കോടതിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് DGP ആക്കാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. ആ ഒരു ശ്രമം നടക്കുന്ന സമയത്താണ് ഈ ക്ലീൻ ചീറ്റ് വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ADGP അജിത് കുമാറിനെ അങ്ങനെ അങ്ങ് കൈ ഒഴിയും എന്നുള്ള കാര്യം അങ്ങനെ തോന്നുന്നില്ല. കാര്യം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹത്തിനെ മാറ്റി എന്നുണ്ടെങ്കിൽ എക്സൈസിൽ അദ്ദേഹത്തിന് അടുത്ത വേറൊരു തരത്തിൽ കിമ്പളം ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പാണ് അവിടെ കൊടുത്തേക്കുന്നത്. എക്സൈസ് പൂർണ്ണമായും പോലീസ് അല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ബാറുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞത്. അതെ, അത് ഇവിടെ ഈ പറയുന്ന പോലെ വിജിലൻസും സർക്കാരും ഒരു പാറ പോലെയാണ് അജിത് കുമാറിനെ അവർ സംരക്ഷിച്ചത്, ഒരു പാറ പോലെ നിന്നുകൊണ്ടാണ്. അപ്പൊ എന്റെ സംശയം സത്യമല്ല, അങ്ങനെയൊന്നുമില്ല, അതിൽ വേറെ രാഷ്ട്രീയം ഒന്നുമില്ല. അല്ല, രാഷ്ട്രീയം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന വിജിലൻസ് കോടതി ഇത് തള്ളിയല്ലോ. കോടതി തള്ളുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഇവർക്ക് ഇനി ഉള്ള നടപടി എന്താകും എന്നുള്ള, കോടതി തള്ളിയാൽ ഇനി പുനരന്വേഷണത്തിനുള്ള ചാൻസേ ഉള്ളൂ. കാര്യം കോടതിക്ക് ഇപ്പോൾ ചില സംഭവങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്, ഇതിനകത്തൊക്കെ കള്ളത്തരമുണ്ട് എന്നുള്ള കാര്യം അത്ര കണ്ട് ഒരു സൂപ്പർ DGP പദവിയിലാണ് അജിത് കുമാർ പോയിട്ടുള്ളത്. അജിത് കുമാറിനെ സംബന്ധിച്ച് ഈ ഒരു കേസ് മാത്രമല്ല, പൂരം കലക്കൽ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഈ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന DGP ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു സൂപ്പർ DGP ആയിട്ടാണ് ADGP അജിത് കുമാർ ഉണ്ടായിരുന്നത്. അദ്ദേഹം പോകുമ്പോഴാണ് ഈ പൂരം കലക്കലിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിട്ട് അദ്ദേഹം പോയിരിക്കുന്നത്. അതും കൂടി ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ ഇത്ര കണ്ട് ഇവർ സംരക്ഷിക്കാൻ എന്താണ്? ഈ അഴിമതി ഇപ്പം നാഗരാജ് എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഈ കേസ് വിജിലൻസ് ഇങ്ങനെ ഇതിൻ്റെ മേൽ വിജിലൻസ് കോടതിയിൽ വിജിലൻസ് അന്വേഷണത്തിൽ കള്ളത്തരമുണ്ട്, ഇത് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു പ്രോപ്പറായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെതിരെ ഇടപെട്ട് ഇദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇത് കോടതിക്ക് ഇപ്പോഴാണ്, ഈ വിജിലൻസ് കോടതിക്കാണ്, തിരുവനന്തപുരം വിജിലൻസ് കോടതിക്കാണ് ഇപ്പോൾ ഇതിൽ മേലൊരു സംശയം ഉണ്ടായിരിക്കുന്നത്. കാര്യം 35 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് അത് 65 ലക്ഷത്തിന് മറിച്ചു കൊടുത്തിരിക്കുന്നു. സെൻറ്റിന് പിന്നെ പൊന്നും വിലയുള്ള 70 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം ഇദ്ദേഹം ഒരു ആഡംബര സൗധമാണ് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹത്തിൻ്റെ അളിയൻ്റെതാണ് എന്നാണെന്നൊക്കെ പറയുമ്പോൾ വിജിലൻസിന് മേൽ എത്ര കണ്ട് സ്വാധീനം ADGP അജിത് കുമാറിനുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട്? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർവ്വസാധാരണമാണ്, അതിന്റെ കീഴിലുള്ളതാണ് വിജിലൻസ്. അതെ, അത് എത്ര കണ്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടാണ് വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ഈ വരുന്ന 30-ന് ഈ കേസ് ഒന്നുകൂടെ പരിഗണിക്കണം. അപ്പോൾ ഇതൊക്കെ പോകുന്ന സമയത്ത്, ഇതെല്ലാം കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്ത് അജിത് കുമാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഇതൊക്കെ വെറും ആക്ഷേപങ്ങൾ മാത്രമാണ്, അല്ലാതെ ഇതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇതിൽ നിന്ന് ഒരു സത്യസന്ധത ഇല്ല. ബഹുമാനപ്പെട്ട കോടതി, ഇതൊക്കെ വെറും ആക്ഷേപങ്ങൾ മാത്രമാണ്, വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയാണ്, ഇതിനൊന്നും ഒരു തെളിവുമില്ല, ഈ പറയുന്നതൊക്കെ വെറുതെയാണ് എന്നാണ് ഈ പറയുന്ന അജിത് കുമാറിന് വേണ്ടി ഇവർ വാദിച്ചവർ പറഞ്ഞത്. അപ്പോൾ സർക്കാർ ഈ പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കി വിജിലൻസ് കോടതി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്ന അവസരത്തിൽ വരുന്ന ഈ 30-ന് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാനായി ഈ നാഗരാജ് എന്ന് പറയുന്ന വക്കീലാണ് അദ്ദേഹത്തിനെ ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് വിജിലൻസ് കോടതി. ഇതൊക്കെ തന്നെ വെറും ഒരു ആക്ഷേപമാണ് എന്ന് പറയുമ്പോഴും അതിനൊപ്പം സർക്കാർ നിൽക്കാൻ നോക്കിയല്ലോ എന്നുള്ള കാര്യം, ഇതൊക്കെ പകൽ പോലെ സത്യമായ കാര്യങ്ങളാണ്. കാര്യം ഈ പറയുന്ന സ്ഥലത്തിൻ്റെ മാറ്റ് അത് തിരുവനന്തപുരം അറിയാവുന്ന എല്ലാവർക്കും അതറിയാം. അപ്പോൾ ഒരു കൂടിപ്പോയാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇവരൊക്കെ റാങ്കിലുള്ളവർക്ക് ഒരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ ശമ്പളം ഉണ്ടെന്നിരിക്കട്ടെ, 10-നകത്തേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, 7 ലക്ഷമോ അല്ലെങ്കിൽ ഞാനെടുത്തോ. ഈ പറയുന്ന ഇത്രയും കോടിക്കണക്കിന് വിലയുള്ള ഈ സ്ഥലം ഇങ്ങനെ അദ്ദേഹം എവിടെ നിന്ന് സമ്പാദിച്ചു? അപ്പോൾ ഇതൊക്കെ സർക്കാരും കൂടെ അറിഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഈ പ്രക്രിയയൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിൽ ഒരു പോലീസ് ഓഫീസറെ എന്തിനിങ്ങനെ ഇത്ര കണ്ട് പിന്താങ്ങണം?
ഇതൊക്കെ ഇവിടുത്തെ മറ്റ് ഈ പറയുന്ന ഇത് നമ്മൾ തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മൾ എത്രയോ തവണ നമ്മൾ ഇതെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാലും ജനത്തിന് ഇതൊരു പുതിയ പുത്തരിയായ കാര്യമല്ല. ഈ വിജിലൻസ് കോടതി തള്ളി ഇത് മറയ്ക്കാനും ഈ വാർത്തയെ ഒതുക്കാനും ആൾക്കാർക്ക് അറിയാം. വലിയ കേസാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയത്തിൽ, സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിഷയത്തിൽ ഈ പി വി അൻവറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറും ഈ പറയുന്ന അജിത് കുമാറും പിന്നെ ശശിയും ഉൾപ്പെടെയുള്ള ഒരു സൗഹൃദം ഇവരുടെ ഇടയിലുണ്ട്. ഈ ഒരു കൂട്ടുകച്ചവടമായിരുന്നു. ഈ കൂട്ടുകച്ചവടത്തിന് എവിടെയോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് അൻവർ ഇതിൽ നിന്ന് മാറുന്നത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും തൃശ്ശൂർ പൂരം കലക്കലിലും ഇപ്പോഴും അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കിട്ടിയിട്ടില്ല. തൃശ്ശൂർ പൂരത്തിന് ഇതുവരെ അതിൻ്റെ ക്ലീൻ ചീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മളെപ്പോലുള്ളവരിങ്ങനെ ഗോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു ചെറു വിരൽ അനക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതുവരെ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ചിലപ്പം ലോ ആൻഡ് ഓർഡർ എന്ന് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ടാവാം. ADGP അജിത് കുമാറിനെ മാറ്റിയിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് നേരത്തെ കൊടുത്തിരുന്ന പദവികളിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ഉദ്യോഗസ്ഥനായി തുടരുന്നുണ്ടല്ലോ. അതാണ് പിണറായി സർക്കാർ. പിണറായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരുണാകരനേക്കാൾ ആശ്രിത വത്സലനായ ഒരു ഭയങ്കരനായ മുഖ്യമന്ത്രിയാണ്. ADGP അജിത് കുമാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ DGP ആയിരുന്നു. സൂപ്പർ DGPക്ക് ക്ലീൻ ചീറ്റൊക്കെ കൊടുത്ത് വിജിലൻസ് അന്വേഷണമൊക്കെ ഒന്നുമല്ല, സർക്കാർ ഇതിനെയൊക്കെ അങ്ങ് പൊടിതട്ടി തൂത്ത് എല്ലാം മാറ്റിയിട്ട് അദ്ദേഹത്തിനെ DGP ആക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെയും പരാജയപ്പെട്ടു. എന്തായാലും വസ്തുവിൻ്റെ വില, അതിലൊരു സംശയം ഇപ്പോഴുമുണ്ട്. അന്വേഷണത്തിൻ്റെ കേസ് ഡയറി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഏറ്റവും അടുത്ത് തന്നെ കേസ് ഡയറി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നാണം കെട്ടവൻ്റെ ആസനത്തിൽ ഒരു ആല് കുരുത്താൽ എന്നുള്ളത് മാത്രമേ ചിലപ്പോൾ പിണറായി സർക്കാരിന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇനി ഈ അന്വേഷണത്തിൻ്റെ ബാക്കി എന്ന രീതിയിൽ 30-ാം തീയതി ഈ നാഗരാജ് എന്ന് പറയുന്ന വക്കീൽ ചെന്ന് ബാക്കി കാര്യങ്ങൾ പറയും. എന്നാലും ഈ സർക്കാർ എന്ത് നടപടിയായിരിക്കും എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.